ശ്രീ എസ് മോഹനകുമാർ, ഇതിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നികുതി അടയ്ക്കുന്ന ആളുകളിൽ നിന്ന് നികുതി പിഴിഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ചെലവഴിക്കുവാൻ പണമില്ലാതെ വരുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ ആദ്യത്തെ ടാക്സ് റെജിമിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ കൂടുതൽ സമ്പാദിക്കുന്നതിന് വേണ്ടി അത് പ്രോത്സാഹിപ്പിക്കുന്നു, അത് പക്ഷേ അത് ബാധ്യതയായി തീരുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ ഓരോ വർഷവും ഈ ആദായ നികുതി ഇളവുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. അവർക്ക് മുന്നിലേക്കാണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇളവുകൾ കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ഈ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ ഈ ബജറ്റ് ഒതുങ്ങുന്നതായി കാണുന്നുണ്ട്. മറ്റു നിർദ്ദേശങ്ങളൊക്കെ അപ്രസക്തമാവുന്ന രീതിയിലേക്ക്. അവിടെയാണ് ഈ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചില ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി കരുതേണ്ടി വരില്ലേ? ഇപ്പോൾ കേരളത്തോട് വലിയ അവഗണന എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, കേരളം ചോദിച്ച കാര്യങ്ങളിൽ പലതും കിട്ടിയിട്ടില്ല. പലതും എന്നല്ല, ഒരു 99% കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ചർച്ചകൾ പൂർണ്ണമായിട്ടും അപ്പുറത്തേക്ക് പോവുകയല്ലേ ഈ ആദായ നികുതി ഇളവ്? നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ ഇൻകം ടാക്സ് സ്ലാബിൽ റിബേറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ 142 കോടി ജനങ്ങളിൽ 8.6 കോടി ജനങ്ങളാണ് 2024 ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ 4.4 കോടി. ഇത് ആരെ കുറിച്ചാണ്? ഇന്ത്യയിലെ 142 കോടി ജനങ്ങളിൽ ഇത് ഏത് ജനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? 2009 ജനുവരിയിൽ തുടങ്ങിയ പ്രീ മിനിസ്റ്റർ PM കിസാൻ സമ്മാൻ നിധി ഒരു വർഷം ഒരു കർഷകന് 6,000 രൂപ വെച്ച് കൊടുക്കുന്നു. 6,000-ന് നമ്മൾ 365 ഭാഗിച്ചാൽ കിട്ടുന്നത് 14 രൂപ. 14 രൂപ 2019 കൊടുത്ത ആ കർഷകൻ 2025 അതിന് ഒരു പൈസ കൂട്ടിയിട്ടില്ല. ഈ കർഷകന് ഇപ്പൊ തന്നെ നമ്മുടെ പണപ്പെരുപ്പ നിരക്ക് 5%, റിസർവ് ബാങ്കിൻ്റെത് 6% ആണ്. നമ്മൾ 5.4 നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ 2024 നവംബർ ആയപ്പോൾ പച്ചക്കറികളുടെ ഇൻഫ്ലേഷൻ നിരക്ക് 40% വരെ എത്തിയിരുന്നു. ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തുല്യമാണ്. ഇപ്പൊ തന്നെ ഫുഡ് ആർട്ടിക്കിൾസിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് 9% നിൽക്കുന്നു. ഇവിടെ ഇത് ഒരു കാര്യം. അപ്പൊ നമ്മൾ തരുന്ന സമൂഹത്തിലെ വളരെ ന്യൂനപക്ഷത്തിന് കിട്ടിയ ചെറിയ ഇറച്ചി എല്ലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്രയും പണം വരുമല്ലോ, മാർക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഈ മാർക്കറ്റിൽ പണം എത്തിക്കുന്നതിന് റിസർവ് ബാങ്ക് 2024 പുറത്തുവിട്ട സ്റ്റേറ്റ് ഫിനാൻസിന്റെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ കോർപ്പറേറ്റ് സെക്ടറുകൾ ലോൺ എടുക്കുന്നില്ല ബാങ്കിൽ നിന്ന്. അവർ ലോൺ എടുക്കാൻ മുന്നോട്ട് വരുന്നില്ല. പകരം ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ്സ്, ഇന്ത്യയിലെ കുടുംബങ്ങളുടെ കടബാധ്യത ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കൂടിയിരിക്കുന്നു. അതായത് ഏകദേശം 101 ലക്ഷം കോടിയാണ് ഇന്ത്യയിലെ കുടുംബങ്ങൾ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയുടെ മൂല്യം. അത് GDP-യുടെ 37% വരുന്നു. എന്നിട്ട് റിസർവ് ബാങ്ക് പറയുന്നത് എന്താണ്? ഇങ്ങനെ ജനങ്ങൾ വായ്പ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗം പേരും തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവരായി. കാരണം ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ വളരെ വലിയൊരു ക്രൈസിസിലേക്ക് പോകുന്നു. കോർപ്പറേറ്റ് സെക്ടറുകൾ വായ്പ എടുക്കാത്തതിനാൽ അവർക്ക് അവരുടെ ലാഭം ഇടിയുന്നതായി അവർ കാണുന്നു. അവരുടെ ലാഭം ഇടിയുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. 2011 ഏകദേശം 2 കോടി ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിരുന്ന ഇന്ത്യയിൽ നിന്ന് 10 കോടി ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഇവിടെയാണ് കിസാൻ കാർഡിന്റെ നമ്മുടെ ബഹുമാന്യനായ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 3 ലക്ഷമായിരുന്നത് 5 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ഈ 5 ലക്ഷമായി വർദ്ധിപ്പിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സെക്ടർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി കർഷകരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഈ കർഷകർ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ലോൺ എടുത്താൽ ഇവർക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 4% പലിശ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ഇയറിനാണ്. ആ ക്രോപ്പ് ഇയർ കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ പലിശ 8%, പിന്നെ 12% പോകുന്നു. ഇപ്പോൾ ഡീഫോൾട്ട് ലോൺ ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് കൊടുത്തിരിക്കുന്ന വാണിംഗ് എന്ന് പറയുന്നത് ഏതൊരു രാജ്യമാണോ അവിടുത്തെ ഇൻഡിവിജ്വൽ ബാങ്ക് ലോണിന്റെ അളവ് കൂടുന്നത്, അത്തരത്തിലുള്ള രാജ്യങ്ങൾ 2008 US-ലെ നമ്മുടെ ബാങ്ക് ലോൺ ബൂം ക്രൈസിസിന്റെ ഭാഗമായി US-ലുണ്ടായ ക്രൈസിസിന് തുല്യമായ ക്രൈസിസിലേക്ക് 2025-ലും 2026-ലും പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിൽ വളരെ വിശദമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ 142 കോടി ജനങ്ങളിൽ 90 കോടി ജനങ്ങൾ ഇപ്പോൾ ലേബർ മാർക്കറ്റിലുണ്ട്, തൊഴിൽ കമ്പോളത്തിലുണ്ട്. ഇവർക്ക് വേണ്ടി ഇവരെ എംപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം 78 ലക്ഷം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കണം.
78 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരു വർഷം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കുറഞ്ഞത് 9% കണ്ട് വളരണം. ഇപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2024-25 ആദ്യ പാദത്തിൽ 8.1 സാമ്പത്തിക വളർച്ച ഉണ്ടായി. രണ്ടാമത്തത് 5.2 ആയി കുറഞ്ഞു. ഇനിയിപ്പോ പരമാവധി പോയാൽ 6.4-നും 6.8-നും ഇടയ്ക്ക് അടുത്ത 6 മാസം കൊണ്ട് സാമ്പത്തിക വളർച്ച ഉണ്ടാവാം. ഇങ്ങനെ സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതനുസരിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചിരുന്നത്? 11 ലക്ഷം കോടി. ഈ 11 ലക്ഷം കോടിയിൽ ഇപ്പോഴും തന്നെ പറയുന്നു ആകെ ചെലവഴിക്കാൻ കഴിഞ്ഞത് 40%. 60% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏത് തരത്തിലാണ് നമുക്ക് റൂറൽ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നത്? ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജയസൂര്യൻ അതിനുള്ള മറുപടി, ഈ മൂന്നാം ലോക ശക്തിയായി മാറുവാനുള്ള, സാമ്പത്തിക ശക്തിയായി മാറുവാനുള്ള പ്രയാണത്തിലാണല്ലോ ഇന്ത്യ. അവിടെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ പറ്റില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ശ്രീ എസ് മോഹനകുമാർ, ഈ മിഡിൽ ക്ലാസ്സിന് കിട്ടുന്ന ആനുകൂല്യം താങ്കൾ അതിനെ കുറച്ച് കാണുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, കുറച്ചു പേർക്ക് എന്തായാലും കിട്ടുന്ന ചില ആനുകൂല്യം എന്ന് മാത്രം. ഞാൻ കുറച്ച് കാണുകയല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ ഇൻകം ടാക്സിൽ ഉണ്ടായ സ്ലാബിലുണ്ടായ ചേഞ്ച് ഫലമായിട്ട് ഇന്ത്യയിലെ ടാക്സ് റെജീമിൽ ഉണ്ടാകുന്ന കുറവ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി പറഞ്ഞത്, ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇത് 1.2 lakh crore ആണ്. 1.2 lakh crore എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ 5 lakh crore ആയിരുന്നു ഇൻകം ടാക്സിൽ നിന്ന് കിട്ടിയ റിട്ടേൺ. ഇതിൽ 40% പോകുന്നത് സ്റ്റേറ്റിനാണ്. ഈ 1 ലക്ഷം കോടി രൂപ കുറവ് വരുമ്പോൾ ആ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇപ്പൊ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അല്ലല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ടാക്സിൽ ഒരു ഇളവ് നൽകാൻ കഴിയില്ല, ടാക്സ് കൂട്ടേണ്ടി വരും. അല്ല, ടാക്സ് റെജിം ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഇപ്പോ നിലവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിദുർബലമായി നിലനിൽക്കുന്നു. ആകെ ഈ സമ്പദ് വ്യവസ്ഥ അല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കാർഷിക മേഖല 3.5% വർധനവ് രേഖപ്പെടുത്തിയത് കൊണ്ടാണ്. ഈ 3.5% വർധനവ് രേഖപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ല. നല്ല മൺസൂൺ ലഭിച്ചു, നല്ല ഖാരിഫ് ക്രോപ്പ് ഉണ്ടായി, അതുകൊണ്ടാണ് 3.5 ഉണ്ടായി. അടുത്ത വർഷം ഒരു വരൾച്ച ഉണ്ടാവുകയാണെങ്കിൽ ഈ 3.5 എന്ന് പറയുന്നത് 1.1-ലേക്ക്